പോപ്പി റെയിൻ സോങ്സ്. ഇതാരാണ്? ആദിയാണ്. ആദി എവിടുന്നാ വിളിക്കുന്നേ? അയ്യപ്പൻകാവ്. പഠിക്കുവാണോ? എത്രയിലാ പഠിക്കുന്നേ? സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിട്ടുള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കുട്ടി കോളർ ആണെന്ന് പറയാം. ആദി. ഹലോ ആദി, കേക്കുന്നില്ലേ? കേക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഓക്കെ. ആദി സ്കൂളിലേക്ക് പോയപ്പം പുതിയ കൊടയൊക്കെ വാങ്ങി തന്നായിരുന്നോ? ഈ പ്രാവശ്യം സ്കൂളൊക്കെ തുറന്നില്ലേ? കൊടയൊക്കെ വാങ്ങിയോ പുതിയത്? ആദിക്കുട്ടിന് എങ്ങനെയാ, മഴയൊക്കെ നനയാൻ ഇഷ്ടാണോ? ഇഷ്ടാണ്. നനയാറുണ്ടോ കൂട്ടുകാരൊക്കെ ആയിട്ട്? നനയാറുണ്ട്. ഓക്കെ. അമ്മ തല്ലാറുണ്ടോ നനഞ്ഞൊക്കെ വരുമ്പോ? ഈ ആന്നല്ലാതെ എന്തെങ്കിലും സംസാരിച്ചേ. ഹലോ. മഴയെ പറ്റി പറയുമ്പോ ആദിക്ക് എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടോ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിട്ട്? എന്താണ് ആദിക്ക്, എന്താ മഴ എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് എന്താ? മിസ്റ്റർ മരുമകനിൽ ആ മഴയത്തുള്ള പാട്ടാണല്ലേ ഓർമ്മ വരുന്നേ? ആഹാ. ആദിക്ക് മഴയത്ത് ആ റെയിന്റെ റൈം അറിയാവോ? റെയിൻ അറിയാവോ? ഒന്ന് പാടാവോ ഞങ്ങക്ക് വേണ്ടി? പോയോ? സ്വർണ്ണമുഖിലൊരു മഴത്തുള്ളിയായി സ്വപ്നം തേച്ച് നിറമഴയായി തുള്ളി തുള്ളി നീല നീല ശ്വാസമായി. ഹലോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നഴ്സറി റൈം പ്രതീക്ഷിക്കുമ്പോ ഞാൻ വിചാരിക്കുന്നു പുതിയ വല്ല റൈം ആയിരിക്കും നഴ്സറിയിലേന്ന്. എന്തായാലും നന്നായിരുന്നു കേട്ടോ ആദിക്കുട്ടാ. അപ്പം ആദിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചുതരാം. ആർക്ക് വേണ്ടിയാ വെച്ചുതരണ്ടേ പാട്ട്? അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആദിയുടെ അമ്മയ്ക്ക് വേണ്ടി പാട്ട് വെച്ചുതരാം കേട്ടോ. ഇപ്പൊ നമ്മളെ വിളിച്ചിരുന്നത് ആദിക്കുട്ടനായിരുന്നു. നല്ലൊരു മഴയുടെ പാട്ടൊക്കെ പാടി തന്നു എന്തായാലും. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ പാട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ആദിയുടെ അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു മഴഗാനം കണ്ടിട്ട് തിരിച്ചു വരാം. ഹലോ, വെൽക്കം ടു പോപ്പി റെയിൻ സോങ്സ്. ഇതാരാണ്? രാധികയാണ്. ഓക്കെ. അപ്പൊ രാധിക എന്താ ചെയ്യുന്നേ? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 1ലേക്ക് 10th കഴിഞ്ഞു, പ്ലസ് 1 അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അല്ലേ? ഓക്കെ. ഏത് സബ്ജക്റ്റാ എടുക്കാൻ പോകുന്നേ? സയൻസ് ആണ്. ഓക്കെ. എല്ലാരും ഇപ്പൊ സയൻസ് ആണല്ലോ. എന്താ, എഞ്ചിനീയറോ ഡോക്ടറോ? നഴ്സിംഗിന് പോവാൻ വേണ്ടിയിട്ടാണ്. ശരി. അപ്പൊ രാധിക എങ്ങനെയാണ്, മഴയൊക്കെ ആസ്വദിക്കാറുള്ള ഒരാളാണോ? ആസ്വദിക്കാറുണ്ട്. എന്താ, മഴയാണോ ഏറ്റവും ഇഷ്ടം? വെയിലിനെക്കാളും ഇഷ്ടം മഴയാണോ? മഴ തന്നെയാ ഇഷ്ടം. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ മഴ എന്ന് പറയുമ്പോ എന്താ, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകാനുണ്ടെങ്കിൽ ആ പോക്കും മുടക്കും, പിന്നെ ആകെ മടി പിടിച്ച് എപ്പോഴും ചടഞ്ഞുകൂടി വീണ്ടത്. പക്ഷെ ഈ മഴ ഇത്ര ഇഷ്ടമാണെന്ന് പറയുമ്പോ എന്താ അതിന് കാരണം? കാരണമൊന്നുമില്ല. അതിപ്പോ എന്നോട് ചോദിക്കുന്ന പോലെ ഇപ്പൊ മഴയൊക്കെ ഇഷ്ടപ്പെടാൻ വല്ല കാരണം വേണോ അല്ലേ? ഓക്കെ. അപ്പൊ മഴയെ പറ്റി പറയുമ്പോ എന്താ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു ഓർമ്മ എന്ന് പറഞ്ഞ? സ്കൂൾ ഡേയ്സ് ആണ്. ആ സ്കൂള് തുറക്കുന്ന ആ സമയത്ത് പുതിയ കൊടയൊക്കെ തുറക്കാൻ, ഞാനൊക്കെ പണ്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് പുതിയ കൊടയൊക്കെ ഉണ്ട്, ദൈവമേ മഴ പെയ്യണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാറുണ്ട്. അതുപോലെ ആയിരുന്നോ രാധികയും? ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ പോകുമ്പോ മഴ പെയ്താ കുറച്ച് ചടങ്ങാണല്ലേ, മഴയൊക്കെ നനഞ്ഞ ആ നനഞ്ഞ ഡ്രസ് ഇട്ട് തന്നെ വൈകിട്ട് വരെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കണം അല്ലേ? വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ വഴക്കും കേട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നാ മതിയല്ലോ അല്ലേ? ഓക്കെ. ഇപ്പൊ ആ ഡേയ്സ് ഒക്കെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇനിയിപ്പം ക്ലാസ് തുറക്കാൻ വെയിറ്റ് ചെയ്യുമായിരിക്കും അല്ലേ, അടുത്ത മഴ നനയാൻ വേണ്ടിട്ട്? ഓക്കെ. അപ്പൊ എന്തായാലും രാധിക, ഒരുപാട് റെയിൻ സോങ്സ് ഉണ്ട്, മഴയെ പറ്റി ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട്. രാധികക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സോങ് ഉണ്ടോ മഴയെ പറ്റി? എനിക്ക് പട്ടം പോലെ എന്ന സിനിമയിലെ മഴയെ തൂമഴയെ എന്നുള്ള പാട്ട്. ഞാൻ വിചാരിക്കുമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. ഇതുവരെ ആരും അത് പറഞ്ഞില്ല. എന്തായാലും എന്റെ ഒരു ആഗ്രഹം രാധിക കണ്ടറിഞ്ഞ് ലാസ്റ്റ് കോളർ ആണ്. ആ ലാസ്റ്റ് കോളറെങ്കിലും പറഞ്ഞതിൽ വളരെ സന്തോഷം.
അപ്പം രാധികക്ക് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ ഈ പാട്ട്? ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്റെ ഫ്രണ്ട്സിനൊക്കെ. ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ? ഏതാ ഇപ്പൊ 10th വരെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണോ? അതെ. ഓക്കെ. അപ്പൊ ഒരുമിച്ച് മഴ നനഞ്ഞ ആ കാലഘട്ടത്ത് എല്ലാരും ഒരുമിച്ച് മഴ നനഞ്ഞ് നടന്ന എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരാം. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മളെ വിളിച്ചിരുന്നത് രാധികയായിരുന്നു. രാധിക നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കോളർ ആയിരുന്നു. അപ്പൊ രാധിക പറഞ്ഞ പോലെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി നമുക്ക് സോങ് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ എന്തായാലും ഇന്ന് പ്ലേ ചെയ്ത എല്ലാ റെയിൻ സോങ്സും, ഇന്ന് നമ്മുടെ കോളേഴ്സ് നമ്മളായിട്ട് പങ്കുവെച്ച എല്ലാ മഴയെ പറ്റിയുള്ള വിശേഷങ്ങളും നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ വീണ്ടും കുറെ മഴഗാനങ്ങളും മഴയെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ ഇറ്റ്സ് മീ ആരതി സൈനിങ് ഔട്ട്. ബൈ ബൈ.